الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيط. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യനെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളെക്കുറിച്ചും നമ്മൾ അറിയാവുന്നവരാണ്, മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. ശാരീരികമായി ബാധിക്കുന്ന രോഗങ്ങളുണ്ട്, ആത്മീയമായി ബാധിക്കുന്ന രോഗങ്ങളുമുണ്ട്. ശാരീരികമായും ആത്മീയമായും ഹൃദയത്തിന് ബാധിക്കുന്ന ഏതൊരു രോഗവും ഗൗരവമേറിയതാണ്. മനുഷ്യന്റെ ഹൃദയത്തിന് ആത്മീയ രോഗം കടന്നു വന്നാൽ അതവന്റെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അവന് തടസ്സമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്നൊരു വചനം നമുക്കറിയാം. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ. അറിയണം, മനുഷ്യ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത്, അത് ഫസാദായാൽ, അത് ചീത്തയായാൽ, അത് മോശമായാൽ, ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവനും മോശമായി. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. മനുഷ്യ ഹൃദയത്തിലേക്ക് രോഗം കടന്നു വരുന്ന പല വഴികളെക്കുറിച്ചും മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാവ് ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ നാവ് ഹൃദയത്തിന് രോഗമുണ്ടാക്കും. നമ്മുടെ കാതുകൾ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാതുകൾ നമ്മുടെ ഹൃദയത്തിന് രോഗം സമ്മാനിക്കും. അതേപോലെ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിന് രോഗം സമ്മാനിക്കുന്ന മറ്റൊന്നാണ് അവന്റെ കണ്ണുകൾ. നമ്മൾ കണ്ണുകളെ കൊണ്ട് എന്താണോ കാണുന്നത്, അള്ളാഹു അനുവദിക്കാത്തത് കണ്ടാൽ അത് ഹൃദയങ്ങൾക്ക് രോഗം സമ്മാനിക്കുമെന്ന്
മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഹൃദയത്തിന് രോഗം സമ്മാനിക്കുന്ന മറ്റൊരു കവാടമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. കണ്ണിന്റെ കട്ടുനോട്ടത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നോട്ടവും അറിയുന്നവനാണ്. ആ നോട്ടത്തെ നിങ്ങൾ നിയന്ത്രിക്കണം. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നവനാണ് ഏകനായ സർവാധിനാഥനായ റബ്ബ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ കാണാത്ത, നിങ്ങളുടെ മാതാപിതാക്കൾ കാണാത്ത, നിങ്ങളുടെ ഭാര്യ കാണാത്ത, നിങ്ങളുടെ ഭർത്താവ് കാണാത്ത, നിങ്ങളുടെ ബന്ധുക്കൾ കാണാത്ത, അതിരഹസ്യമായി, അതീവ രഹസ്യമായി നമ്മൾ കാണുന്ന ഓരോ നോട്ടങ്ങളെയും അറിയുന്നവനാണ് അല്ലാഹു എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഓതിവെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതാണ്: യസ്തഖ്ഫൂന മിനന്നാസ്. പല കാര്യങ്ങളും ജനങ്ങളിൽ നിന്ന് നമ്മൾ മറച്ചു വെക്കുന്നു. വല യസ്തഖ്ഫൂന മിനല്ലാഹ്. അത് പടച്ചോന്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കാൻ പറ്റൂല. ഈ ബോധ്യമാണ് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്: വഹുവ മഅഹും. അവൻ അവരോടൊപ്പമുണ്ട്. ഇത് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ. പടച്ചോന് തൃപ്തിയില്ലാത്ത വാക്കുകൾ പറയാൻ അവർ രാത്രി നിഗൂഢമായി രഹസ്യമായി കൂടുന്നതും പറയുന്നതുമെല്ലാം അവർ വിചാരിക്കുന്നത് ആരും അറിയുന്നില്ല എന്നാണ്. പടച്ചോൻ അറിയുന്നുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നത് വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീത. അവർ പറയുന്നതെല്ലാം വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു എന്നാണ് ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു: ഒല്ലു അബ്സാറക്കും. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണം. ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ നിയന്ത്രിക്കണമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്. കണ്ണും കാതും ഹൃദയവും കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇതെല്ലാം റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ട് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. കണ്ണുകൊണ്ട് എന്ത് കാണുന്നു എന്നത്, ചെവി കൊണ്ടെന്ത് കേൾക്കുന്നു എന്നത്, ഹൃദയം കൊണ്ടെന്ത് ചിന്തിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഈ ജീവിതം തന്നെ പരീക്ഷണമായിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോശപ്പെട്ട നോട്ടങ്ങളിൽ നിന്ന്, കാഴ്ചകളിൽ നിന്ന് കാവൽ തേടിയതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി തഅവീദൻ അതഅവദു ബിഹി. അല്ലാഹുവിനോട് കാവൽ തേടാനുള്ള കാവൽ പ്രാർത്ഥനകൾ എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഖുൽ, താങ്കൾ പറയുക, അല്ലാഹുമ്മ അഊദു ബിക മിൻ ശർരി സംഇ വശർരി ബസരി വശർരി ലിസാനി വശർരി ഖൽബി വശർരി മിന്നി. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മിൻ ശർരി സംഇ, എന്റെ കാഴ്ചയുടെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും, മോശപ്പെട്ട കാഴ്ചകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു: മോശപ്പെട്ട കേൾവികളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മോശപ്പെട്ട സംസാരങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മോശപ്പെട്ട ചിന്തകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ പ്രാർത്ഥന സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നെല്ലാം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കൂ സഹോദരങ്ങളെ, സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പേടിക്കുന്ന ഒരു കാര്യം, നമ്മുടെ അഭിമാനം തകർക്കുന്ന ഒന്നിലും നമ്മൾ പെട്ടുപോകരുത് എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് അവിഹിതമായ ബന്ധങ്ങളാണ്. അവിഹിതമായ ബന്ധങ്ങൾക്കുള്ള കാരണമെന്ന് പറയുന്നത് കണ്ണുകൊണ്ടുള്ള ചില നോട്ടങ്ങളാണ്. അതാണ് അതിന്റെ തുടക്കം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. ഇന്നത്തെ ഇന്റർനെറ്റും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇടപെടുന്ന പല മേഖലകളും നമ്മളെ തിന്മകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്: തഖബ്ബലു ഇലയ്യ ബിസിത്തിൻ അതഖബ്ബലു ഇലൈക്കും ബിൽ ജന്ന.
6 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ആ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പു തരാം. ആരാ പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേതൊക്കെയാണ് കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിച്ചു, വമാ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അതേതൊക്കെയാണ്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ ഹദ്ദസ അഹദുക്കും ഫലാ യക്ദിബ്, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നുണ പറയരുത്. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നുണ പറയരുത്. കച്ചവടക്കാരാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും അധ്യാപകനാണെങ്കിലും ആരാണെങ്കിലും വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിലും ഒരാളോടും നമ്മൾ നുണ പറയരുത്. അത് നാളെ പരലോകത്ത് സ്വർഗം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. 2 മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ പറയുക, വഇദാ വഅദ ഫലാ യുഖ്ലിഫ്, നിങ്ങൾ വാഗ്ദാനം ചെയ്താൽ നിങ്ങൾ ലംഘിക്കരുത്. അത് മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും അയൽപ്പക്കക്കാരോടാണെങ്കിലും നമ്മുടെ കടയിലേക്ക് കടന്നു വരുന്ന ഉപഭോക്താവിനോടാണെങ്കിലും നമ്മൾ വാഗ്ദാനം ചെയ്താൽ അത് നമ്മൾ ലംഘിക്കരുത്. 3 മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇദു ഉതുമിന ഫലാ യഖൂൻ, വിശ്വസിച്ചാൽ ചതിക്കാൻ പാടില്ല. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. 100 കണക്കിന് ബിസിനസ്സുകാര് അവരുടെ കച്ചവടം മതിയാക്കി വീട്ടിന്റെ ഉള്ളിൽ കഷ്ടപ്പെട്ട് കിടക്കേണ്ടി വരുന്നത് പല ആൾക്കാരും ചതിച്ചുകൊണ്ടാണ്. പല മനുഷ്യന്മാരും ചതിച്ചുകൊണ്ടാണ്. കടം വാങ്ങിയിട്ട് പോകും, എന്നിട്ട് തിരിച്ചു കൊടുക്കൂല. ഇന്ന ദിവസത്തിന്റെ ഉള്ളിൽ പൈസ തരാന്ന് പറയും, എന്നിട്ടാണ് വാങ്ങിക്കൊണ്ടുപോവുക. വാങ്ങിക്കൊണ്ടുപോയിട്ട് ആ സമയത്തിന് പൈസ തിരിച്ചു കൊടുക്കൂല. എത്ര മനുഷ്യന്മാരാണ് കഷ്ടപ്പെടുന്നത്? എത്ര മനുഷ്യന്മാരാണ് വീട്ടിന്റെ ഉള്ളിൽ ബിസിനസ് പൊട്ടി കിടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് സ്വർഗം വേണോ എങ്കിൽ ഒരാൾ നിങ്ങളെ വിശ്വസിച്ച് എന്തെങ്കിലും ഒന്ന് ഏൽപ്പിച്ചാൽ അത് നിങ്ങൾ ചതിക്കരുത്. ആ വിഷയത്തിൽ നിങ്ങൾ ചതിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ അവസാനം പറഞ്ഞു, ഒല്ലു അബ്സാരക്കും, നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ നിയന്ത്രിക്കണം. ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കണം. നമ്മുടെ കടയിൽ പല കസ്റ്റമറും വരും. പെണ്ണുങ്ങൾ വരും, ആണുങ്ങൾ വരും, സുന്ദരികൾ വരും, വികൃതർ വരും, വിരൂപര് വരും, ആര് വന്നാലും നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ നിയന്ത്രിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, വഹ്ഫദു ഫുറൂജക്കും, നിങ്ങളുടെ ജനനേന്ദ്രിയം, നിങ്ങളുടെ ഗുഹ്യാവയവം അത് നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വകുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഒരിക്കലും നിങ്ങളുടെ കൈകളെ കൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഈ 6 കാര്യം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ സ്വർഗം സമ്മാനമായി തരാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്, വന്നദർ, നോട്ടമെന്ന് പറയുന്നത് അസ്ലു ആമത്തിൽ ഹവാദിസിൽ ലതി തുസീബുൽ ഇൻസാൻ, ഒരു മനുഷ്യന് ബാധിക്കുന്ന ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത്, ഒരു മനുഷ്യന് ബാധിക്കുന്ന എല്ലാ ദോഷങ്ങളുടെയും പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ഒരു ചെറിയൊരു നോട്ടമാണ്. ഫന്നദറതു തുവല്ലിദു ഖത്റ, ആ നോട്ടം മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ പല തോന്നലും ഉണ്ടാക്കും. ആ തോന്നലുകൾ അവനെ പല ചിന്തകളിലേക്ക് നയിക്കും. ആ ചിന്തകൾ അവന്റെ ഹൃദയത്തിൽ ഇച്ഛകളെ ഇളക്കിവിടും, ആഗ്രഹങ്ങളെ ഇളക്കിവിടും. ആ ആഗ്രഹങ്ങൾ ചില ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അവനെ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് അവസരം കിട്ടുമ്പോ അവൻ തിന്മ ചെയ്യും, അവസരം കിട്ടുമ്പോ അവൻ വ്യഭിചരിക്കും, അവസരം കിട്ടുമ്പോ അവൻ മാസ്റ്റർബേഷൻ ചെയ്യും, അവസരം കിട്ടുമ്പോ അവൻ ഗേ സെക്സ് ചെയ്യും, അവസരം കിട്ടുമ്പോ അവൻ വൃത്തികേടുകൾ ചെയ്യും. ഇത് വെറുതെ പറഞ്ഞല്ല. ഹദീസുകളെ മുന്നിൽ വെച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്, അസ്സബ്റു അലാ ഗദ്ദിൽ ബസരി ഐസറു മിനസ് സബ്രി അലാ അലമിമ്മാ ബഅദ, ദൃഷ്ടി താഴ്ത്തുന്നതിൽ നമ്മൾ ക്ഷമിക്കണം. ആ നോട്ടം കാരണം നമുക്ക് വരാനിരിക്കുന്ന വേദനകളെക്കാൾ നമുക്ക് ഏറ്റവും നല്ലത് ദൃഷ്ടി താഴ്ത്തലാണ്. നമ്മൾ ചില സമയത്ത് ചില കണ്ണുകളൊന്ന് താഴ്ത്തേണ്ടി വരും. കണ്ണ് താഴ്ത്തലാണ്. കണ്ണ് താഴ്ത്താതിരുന്നാൽ വരാനിരിക്കുന്ന അപകടങ്ങളെക്കാൾ, ചില ആൾക്കാരൊക്കെ പറയും, ഞാൻ എന്തിനാ അങ്ങോട്ട് നോക്കിപ്പോയത്, ഞാൻ എന്തിനാ അത് ചെയ്യാൻ പോയത്, ഞാൻ എന്തിനാ അത് പറയാൻ പോയത്, ആ പറഞ്ഞോണ്ടല്ലേ ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ കണ്ണുകളെ നമ്മൾ നിയന്ത്രിക്കണം, നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. അതേപോലെ തന്നെ അബുൽ ഹുസൈൻ വറാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്, മൻ ഖല്ല ബസറ അൻ മുഹറമിൻ, ഹറാമിനെ തൊട്ട്, ഒരു ഹറാം, ആ ഹറാമിനെ തൊട്ട് ഒരാൾ തന്റെ കണ്ണിനെ പിൻവലിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ നമ്മളെ പഠിപ്പിച്ചു തരാണ്, ഔറസഹുല്ലാഹു ബിദാലികൽ ഹിക്മ
ബിദാലിക ഹിക്മതൻ അലാ ലിസാനിഹി, അവന്റെ നാവിൽ യുക്തിപൂർവം സംസാരിക്കാനുള്ള കഴിവ് പടച്ചോൻ കൊടുക്കുന്നു. ഒരാള് ഹറാമ് കാണാനുള്ള ഒരു അവസരം കിട്ടി, അയാൾ ഹറാമിൽ നിന്ന് കണ്ണ് ചിമ്മിയാൽ പിന്നെ അവന്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ, യുക്തിപൂർവം സംസാരിക്കാനുള്ള കഴിവ് പടച്ചോൻ അയാൾക്ക് കൊടുക്കുന്നു. ഞാനല്ലോ പറഞ്ഞത്. മഹാരഥന്മാരായ ഉലമാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മുന്നിൽ വെച്ചിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും. ഇനി അടുത്ത വാചകം എന്താ അറിയോ? യഹ്തദീ ബിഹാ, ആ സംസാരത്തിലൂടെ അവന് ഹിദായത്ത് കിട്ടും. മാത്രമല്ല വയഹ്ദീ ബിഹാ ഇലാ തരീഖി മർള, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്ന മാർഗത്തിലേക്ക് ആ വാക്കുകൾ, ആ ചിന്തകൾ അവനെ എത്തിക്കുമെന്നാണ് മഹാരഥന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ മൈമൂന റളിയല്ലാഹു അൻഹയുണ്ട്, ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയുണ്ട്. അവർ രണ്ടുപേരിയ്ക്കുന്ന സദസ്സിലേക്കാണ് കണ്ണ് കാണാത്ത അന്ധനായ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇഹ്തജീബ്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് മാറിക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഭാര്യമാര് ചോദിച്ചു, ഇന്നഹു അഅമ, അയാൾ അന്ധനല്ലേ, വലാ യുബ്സിറുന വലാ യഅരിഫുന, അയാൾക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റൂല, ഞങ്ങളെ കാണുകയില്ല, പിന്നെന്തിനാ റസൂലെ ഞങ്ങൾ ഇവിടുന്ന് മാറിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലസ്തുമാ തുബ്സിറാൻ, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുന്നില്ലേ, നിങ്ങൾ അവരെ കാണുന്നില്ലേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിച്ചു. അപ്പൊ കണ്ണ് നിയന്ത്രിക്കണമെന്ന് പറയുമ്പോൾ ആണുങ്ങൾ മാത്രമല്ല കണ്ണ് നിയന്ത്രിക്കേണ്ടത്, പെണ്ണുങ്ങളും കണ്ണ് നിയന്ത്രിക്കണമെന്നാണ് ഈ ആയത്ത്, ഈ ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് കണ്ണിനെ ഹറാമിന്റെ നോട്ടങ്ങളിൽ നിന്ന് നിയന്ത്രിച്ചാൽ നമ്മുടെ നാവിനും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും പടച്ചോൻ സ്വസ്ഥതയും സമാധാനവും തരുമെന്നാണ് ഈ ആയത്തുകൾ മുഴുവനും ഈ ഹദീസുകൾ മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകൾ താഴ്ത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തെ നേട്ടം എന്താ അറിയോ? നമ്മൾ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് കണ്ണിനെ താഴ്ത്തുമ്പോൾ എന്തടിസ്ഥാനത്തിൽ നമ്മൾ കണ്ണ് താഴ്ത്തുന്നത്? എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു, ഹറാമിൽ നിന്ന് നിന്റെ കണ്ണിനെ നിയന്ത്രിക്കണം, എന്റെ റബ്ബിന്റെ കൽപ്പനയാണ് ഞാൻ അനുസരിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന ഒരാൾ അനുസരിക്കുന്നുവെങ്കിൽ അന്നഹു ഇംതിസാലുൻ ലിഅംരില്ല അല്ലദീ ഹുവ ആയതു സആദത്തിൽ അബ്ദി ഫി മആശിഹി വ മആദിഹി, ദുനിയാവിലും ആഖിറത്തിലും ഒരാൾക്ക് സൗഭാഗ്യം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. പടച്ചോന്റെ കൽപ്പന അനുസരിച്ചാൽ നമുക്ക് ദുനിയാവിലും സമാധാനം കിട്ടും, ആഖിറത്തിലും സമാധാനം കിട്ടും. ദുനിയാവിലും സമാധാനം തരേണ്ടത്, ആഖിറത്തിലും സമാധാനം തരേണ്ടത് ഏകനായ സർവാധിനാഥനായ റബ്ബാൻ. അവിടുന്ന് സമാധാനം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത്. ഫലൈസലിൽ അബ്ദി ഫീ ദുനിയാഹു വആഖിറതിഹി അൻഫഉ മിൻ ഇംതിസാലി അവാമിരിഹി, അള്ളാഹുവിന്റെ കൽപ്പനകളെ പിൻപറ്റുന്നതിനേക്കാൾ ഉപകാരപ്രദമായ ഒരു കാര്യവും ഈ ലോകത്തും ദുനിയാവിലും ഈ ലോകത്തും പരലോകത്തും ഒരടിമക്കുമില്ല എന്നാണ് മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ ഏതൊരു നിയമവും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും സൗഭാഗ്യം കിട്ടാനുള്ള വഴിയാണിത്. ഇതല്ലാത്ത ദുനിയാവിലും ആഖിറത്തിലും സൗഭാഗ്യം കിട്ടുന്ന മറ്റൊരു മാർഗം എന്റെ മുന്നിലില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പുരുഷന്മാരോടും സ്ത്രീകളോടും ഒരേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് കണ്ണിനെ നിയന്ത്രിക്കണമെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 30-ാമത്തെ വചനം അല്ലാഹ് പറയുന്നുണ്ട്, ഖുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് നബിയെ പറഞ്ഞു കൊടുക്കണം, മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് നബിയെ പറഞ്ഞു കൊടുക്കണം, യഗ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ അവർ താഴ്ത്തിക്കൊള്ളട്ടെ,
കണ്ണെന്ന് പറയുന്നത് ഹൃദയത്തിലേക്കുള്ള നാളമാണ്. കണ്ണ് കണ്ടത് ഹൃദയം ആഗ്രഹിക്കും. അതുകൊണ്ട് കണ്ണിനെ നിയന്ത്രിക്കണം. അതാണ് ഖുർആൻ പറയുന്നത്. വിശ്വാസികളോട് പറയണം അവരുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ. വയഹ്ഫദു ഫുറൂജഹും, അവരുടെ ജനനേന്ദ്രിയം സംരക്ഷിക്കാൻ. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് പരിശുദ്ധമായത്. ഇന്നല്ലാഹു ഖബീറും ബിമാ യസ്നഊൻ, അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്. അത്ഹറു ലിഖുലൂബിഹിം വഅൻഖാ ലിദീനിഹിം, അവരുടെ ഹൃദയങ്ങൾക്കും അവരുടെ ദീനിനും ഏറ്റവും പരിശുദ്ധമായത് അവരുടെ കണ്ണുകളെ സൂക്ഷിക്കലാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ പഠിപ്പിക്കുന്നു, മൻ ഹഫിള ബസറ, ഒരാളുടെ കണ്ണുകളെ ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് ഒരാൾ നിയന്ത്രിച്ചാൽ, ഒരാൾ സൂക്ഷിച്ചാൽ, ഔറസല്ലാഹു നൂറൻ ഫീ ബിശ്റതിഹി വഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിലും അവന്റെ തൊലിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം നൽകുന്നതാണ്. അവന്റെ മനസ്സിൽ, അവന്റെ ജീവിതത്തിൽ, അവന്റെ കുടുംബത്തിൽ പടച്ചോൻ ബർക്കത്ത് കൊടുക്കും, സമാധാനം കൊടുക്കും എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നദറതു, നോട്ടമെന്ന് പറയുന്നത് സഹ്മുൻ മിൻ സിഹാമി ഇബ്ലീസ് മസ്മൂമുൻ, ഇബ്ലീസിന്റെ വിഷം പുരട്ടിയ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് നോട്ടമെന്ന് പറയുന്നത്. ഇബ്ലീസിന്റെ വിഷം പുരട്ടിയ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് നോട്ടമെന്ന് പറയുന്നത്. മൻ തറക്കഹാ മഖാഫതി, എന്നെ പേടിച്ചുകൊണ്ട് ആരാണോ ആ നോട്ടത്തെ നിയന്ത്രിക്കുന്നത്, അബ്ദൽതുഹു ഈമാനൻ യജിദു ലഹു ഹലാവതഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഈമാൻ ഞാൻ അവന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്നതാണ്, പകരം നൽകുന്നതാണ് ആ നോട്ടം അവൻ നിയന്ത്രിച്ചാലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഹറാമായ നോട്ടം നിയന്ത്രിച്ചാൽ ആ നോട്ടത്തിന് പകരം അയാൾക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈമാൻ ആസ്വദിക്കാൻ, അനുഭവിക്കാൻ അള്ളാഹു അവസരം നൽകുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്ത്രീകളോട് പറഞ്ഞു, കുല്ലിൽ മുഅ്മിനാത്ത്, നബിയെ പറയണം, സഹോദരിമാരോട് പറയണം, യഖ്ദുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ അവർ താഴ്ത്തിക്കൊള്ളട്ടെ, വയഹ്ഫളിന ഫുറൂജഹുന്ന, അവരുടെ ജനനേന്ദ്രിയം അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ, വലയുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹാ, അവർക്ക് അനുവദിക്കപ്പെട്ട ഭാഗങ്ങളല്ലാതെ ഒരിക്കലും ജനങ്ങളുടെ മുമ്പിൽ വെളിവാക്കി അവർ നടക്കരുത്. ഫല്യദ്രിബിന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടത്തിലേക്ക് അവരുടെ വസ്ത്രങ്ങൾ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ സൗന്ദര്യം ഒരിക്കലും അവർ പ്രകടിപ്പിക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സഹോദരിമാർ അവരവരുടെ കണ്ണുകളെ നിയന്ത്രിക്കണം, അവരവരുടെ സംസാരം നിയന്ത്രിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം. ഒരു പെണ്ണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ, വൽമർഅതു മുഖ്ബിലത്തുൻ വമുദ്ബിറത്തുൻ ഫീ സൂറത്തി ശൈത്താൻ എന്ന് പറഞ്ഞാൽ, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത്, ഇതിനെ ശറഹ് ചെയ്ത പണ്ഡിതന്മാര് പറയുന്നത്, ഒരു പെണ്ണ് നമ്മുടെ മുന്നിലൂടെ പോയാൽ ആ പെണ്ണ് മുഖേന പിശാച് നമ്മുടെ മനസ്സിലേക്ക് വൃത്തികെട്ട ചിന്തകൾ ഇട്ടുതരും. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ നിയന്ത്രിക്കണം, നിങ്ങളുടെ നോട്ടത്തെ നിങ്ങൾ നിയന്ത്രിക്കണം. ഒന്നാമത്തെ നോട്ടം നിങ്ങൾക്ക് അനുവദനീയമാണ്, രണ്ടാമത്തെ നോട്ടം നിങ്ങൾക്ക് അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് കാണാം. സൗന്ദര്യം പുറത്തുകാടി നടക്കുന്നവരോട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രയോഗം ഇതാണ്, കുല്ലു അയ്യിനുൻ സാനിയ, ആളുകളെ കാണിക്കാൻ വേണ്ടി വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണിനെ കുറിച്ച് പറയുന്നത് സാനിയ, അവള് സഞ്ചരിക്കുന്ന വ്യഭിചാരിണി എന്നാണ്. കാരണം ആ പെണ്ണ് മുഖേന ഒരുപാട് ആളുകളുടെ കണ്ണുകൾ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകളുടെ മനസ്സുകൾ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാം, യാ നആയൽ അറബ്, യാ നആയൽ അറബ്, യാ നആയൽ അറബ്, അറബികൾക്ക് നാശം എന്നൊരു റസൂലുള്ള പറഞ്ഞു. എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഹ്വത്തുൻ ഖഫിയ്യ, ഖഫിയ്യത്തായ ശഹ്വത്താണ്, ഗോപ്യമായ ആഗ്രഹമാണ്. സഹാബിമാർ ചോദിച്ചു, നബി അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കാൻ, സുന്ദരിയായ ഒരു പെണ്ണ് നടന്നു പോകുമ്പോൾ ആ പെണ്ണിനെ ഒരാൾ
കണ്ടിട്ട് ഒരു പ്രാവശ്യം നോക്കി, വീണ്ടും അയാൾ നോക്കി, പിന്നെ അയാൾ നോട്ടം ഒഴിവാക്കി. പിന്നെന്താ ചെയ്യുന്നത്? പിന്നെ അയാള് ആ പെണ്ണിന്റെ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ പെണ്ണ് മുഖേന വ്യഭിചരിക്കുന്നതായി മനസ്സിൽ സ്വപ്നം കാണുന്നു. നമ്മൾ നോക്കൂ, സ്വവർഗഭോഗത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പെണ്ണിന്റെ ചുമർ ചിത്രമില്ലാതെ അതൊരിക്കലും ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ പെണ്ണിന്റെ ചിത്രം മനസ്സിലേക്ക് കടന്നു വരുന്നു, അത് വ്യഭിചാരമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് ഖുർആൻ എന്ത് പറഞ്ഞത്? അതിനപ്പുറത്തേക്ക് തന്റെ ശാരീരികമായ വൈകാരിക ശമനത്തിന് വേണ്ടി മറ്റേതെങ്കിലും മാർഗം സ്വീകരിച്ചാൽ, ഭാര്യയല്ലാത്ത മറ്റൊരു മാർഗം ഒരാൾ സ്വീകരിച്ചാൽ തന്റെ വൈകാരിക ശമനത്തിന് വേണ്ടി, അവരെ കുറിച്ചാണ് പറയുന്നത്. അവർ ഇസ്ലാമിന്റെ പരിധി ലംഘിച്ചവരാണ്, അവർ ഹറാമ് ചെയ്തവരെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ ആളുകളെ കാണിക്കുന്ന വേഷം ധരിച്ചിട്ടല്ല പുറത്തിറങ്ങേണ്ടത്. ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സു തുറന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഭാര്യമാർ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്, നമ്മുടെ പെൺകുട്ടികൾ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് എന്ന കൃത്യമായ ബോധ്യവുമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നോട്ടം വ്യഭിചാരത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ നോട്ടം നമ്മൾ നിയന്ത്രിക്കണം. രണ്ടാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ദൃഷ്ടി നമ്മൾ താഴ്ത്തിക്കഴിഞ്ഞാൽ, ഹറാമായ നോട്ടത്തിൽ നിന്ന് കണ്ണിനെ നിയന്ത്രിച്ചാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിനത് കാരണമാകും. നിങ്ങൾ നോക്കൂ, അന്നഹു യൂരിസുൽ ഖൽബ ഉൻസം ബില്ലാഹ് വജംഇയ്യതൻ അലൈഹി എന്ന് പറഞ്ഞാൽ, ഒരാളുടെ കണ്ണുകൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ശരിക്കും അയാൾക്ക് റബ്ബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അയാളുടെ കണ്ണിനെ നിയന്ത്രിക്കുന്നത്. അതുവഴി അയാൾക്ക് വലിയ നിഅമത്തുകൾ അള്ളാഹു നൽകുന്നതാണ്. മാത്രമല്ല, എന്നാൽ ഒരാൾക്ക് അവന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വയുബഇദുഹു അനില്ല അള്ളാഹുവിന്റെ എല്ലാ റഹ്മത്തിൽ നിന്നും അവനെ അകറ്റുന്നതാണ്. പടച്ചോന്റെ റഹ്മത്തും ബർക്കത്തും ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് അറിയാവുന്നവരും അത് എല്ലാ പ്രഭാതത്തിലും പ്രഖ്യാപിക്കുന്നവരുമാണ് നമ്മൾ. പടച്ചോനെ, നിന്റെ റഹ്മത്തില്ലാതെ, നിന്റെ ബർക്കത്തില്ലാതെ ഒരു സെക്കൻഡ് പോലും എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന് തുറന്നു സമ്മതിക്കുന്നവരാ നമ്മള്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, ഒരാളുടെ കണ്ണിനെ ഒരാൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ പടച്ചോന്റെ റഹ്മത്തിൽ നിന്ന് അയാൾ അകറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിനെ നമ്മൾ നിയന്ത്രിച്ചാൽ ഹൃദയത്തിന് അള്ളാഹു ശക്തി പകർന്നു തരുന്നതാണത്, ജീവിതത്തിൽ സന്തോഷം പകർന്നു തരുന്നതാണ്. മാത്രമല്ല, ഹൃദയത്തിന് പ്രകാശം ലഭിക്കുന്നതാണ്. അന്നഹു യുക്സിബുൽ ഖൽബ നൂറൻ കമാ അന്ന ഇത്ലാഖഹു യുൽബിസു ദുൽമ. ദൃഷ്ടി താഴ്ത്തുന്നവരുടെ ഹൃദയം പ്രകാശപൂരിതമാകും, താഴ്ത്താത്തവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇരുട്ടു നിറക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്ന് പറയുന്ന സൂറത്തുൻ നൂറിലെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വിശ്വാസിയുടെ ഹൃദയത്തിന് അല്ലാഹു പ്രകാശം കൊടുക്കുക അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയും അവന്റെ വിരോധങ്ങൾ വെടിയുന്നതിലൂടെയുമാണ്. നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം കിട്ടണം. അതുകൊണ്ടാണ് പള്ളിയിൽ പോരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ. പടച്ചോനെ, എന്റെ ഹൃദയത്തിൽ വെളിച്ചം തരണേ പടച്ചോനെ. ഹൃദയത്തിന് വെളിച്ചമില്ലെങ്കിൽ ജീവിതം മുഴുവൻ ഇരുട്ടിലായിരിക്കും. ഇരുട്ടിൽ തപ്പി ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും എല്ലാ മേഖലയിലും. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, അത് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അവന്റെ വിരോധങ്ങളെ ജീവിതത്തിൽ നിന്ന് വിഭാടനം ചെയ്യുക എന്നത്. അതേപോലെ തന്നെ ഹൃദയത്തിന് ഉൾക്കാഴ്ച നൽകുന്നതാണ്. മാത്രമല്ല, ഹൃദയത്തിന് ധീരതയും ദൃഢതയും നൽകുന്നതാണ് എന്ന് പണ്ഡിതന്മാര് പറയുന്നു. മാത്രമല്ല, ഒരിക്കലും പിശാചിനും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിഷേധിക്കുന്നതാണ് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ ഹൃദയത്തിന് നല്ല ചിന്തകൾ കടന്നു വരുമെന്നും ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട്, അതേപോലെ തന്നെ അവന്റെ ഇച്ഛകളെ പിൻപറ്റാതെ, പിശാചിന്റെ ഇച്ഛകളെ പിൻപറ്റാതെ, അവന്റെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് റബ്ബിനെ മാത്രം അനുസരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷ തരും. അതുകൊണ്ട് കണ്ണിനെ നിയന്ത്രിക്കണം, നമ്മുടെ കാതുകളെ നിയന്ത്രിക്കണം, നമ്മുടെ കൈകാലുകളെ നിയന്ത്രിക്കണം, ശരീരത്തെ മുഴുവനായി നിയന്ത്രിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ പറയാനോ ചെയ്യാനോ പ്രവർത്തിക്കാനോ നമ്മൾ പോകരുത്. അതിനുവേണ്ടി റബ്ബിനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ്. ഇതെല്ലാം ഈമാനിലും ഇസ്തിഖാമത്തും ലഭിക്കാനുള്ള പ്രാർത്ഥനകളാണെന്നും
അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചും വിരോധങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയും പടച്ച റബ്ബിന്റെ സമാധാനവും വെളിച്ചവും ഹൃദയത്തിന് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വയനാട് ദുരന്തത്തിൽ നിന്ന് ഇതുവരെയും ജീവിതത്തിലേക്ക് ചിരിച്ചു വരാൻ കഴിയാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും സുരക്ഷിതത്വവും നിർഭയത്വവും അവരുടെ മനസ്സിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ മുന്നിൽ ക്ഷമിക്കാനുള്ള കരുത്ത്, ഇസ്സത്ത്, ഖുവ്വത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന നൂറുകണക്കിന് യുവാക്കളുണ്ട്. അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോകത്ത് ഉപകരിക്കുന്ന ഒരു അമലായി അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ രംഗത്തും നന്മയുടെ മാർഗത്തിൽ മത്സരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും കരുത്തു പകരുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് മനുഷ്യരുണ്ട്. അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ പെടഞ്ഞു മരിക്കുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്. അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.